സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളെ ഈ നാട് ഉൾപ്പെടെ ഞങ്ങളെ സർവ്വ നാടുകളിൽ ഖിയാമത്ത് നാൾ വരെ ദീനീ ചൈതന്യം നീ നിലനിർത്തണേ അല്ലാഹ്. ഓ രക്ഷിതാക്കളെ, മക്കളെ നന്നായി സൂക്ഷിക്കണോ. മക്കള് ഞങ്ങളറിയാതെ ഞാൻ വലിയ ഗൗരവത്തിന്റെ കാര്യം പറയാണ് ഉമ്മമാരോട്. ഉമ്മമാരെ, നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് നല്ലതാ, വേണ്ടാന്ന് വെച്ചാ നിങ്ങൾക്ക് കേടാണ്. മക്കള് ഞങ്ങളറിയാതെ ലഹരിക്കാരായി മാറുകയാണ്, കഞ്ചാവുകാരായി മാറുകയാണ്. അല്ലാഹു ഞങ്ങളെ മക്കളെ നന്നാക്കി തരട്ടെ. ആരും അമിതമായി വിശ്വസിക്കണ്ട, എന്റെ മോൻ അതിൽ പെടൂല. ഇന്ന് ഞങ്ങൾ അറിയാതെ ഞങ്ങളെ മക്കള് പെട്ടുപോവാണ്. ഞങ്ങൾക്ക് വീട്ടില്, ഞാൻ എന്റെ പൊന്നുമക്കളെ, എന്റെ അനുജന്മാരെ, നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ടടാ. ദയവ് ചെയ്ത് ഗവൺമെന്റ് ഒന്നും അത് വേണ്ടാന്ന് വെക്കണില്ല. ഞങ്ങള് തൽക്കാലം സ്വയം ഞങ്ങൾ വേണ്ടാന്ന് വെക്കണം. ഞാൻ എന്റെ അനുജന്മാരോട് പറയട്ടെ, ഒരിക്കലും MDMന്റെ പിന്നാലെ പോകല്ല മോനെ. അതിങ്ങനെ പഞ്ചസാര പോലെ എന്നോട് ആരോ ഒരാൾ, ഇന്നൊരാൾ എന്നോട് പറയുമ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഉമ്മ 3 സ്വഭാവം നിങ്ങളെ മക്കളിലുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം ഉമ്മ. എന്നാൽ അവനിൽ ഈ സൂക്കേട് സംശയിക്കേണ്ടതാണ് എന്ന് അതിന്റെ വിദഗ്ധർ നമ്മളോട് പറയാണ്. ഉമ്മമാരോട് ഞാൻ പറയാണ്, സ്കൂളിലും കോളേജിലും പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന നിങ്ങളെ മക്കൾ, അത് ആൺമക്കളാകട്ടെ പെൺമക്കളാകട്ടെ, ഞാൻ ഈ പറയുന്ന 3 സ്വഭാവം, 3 ലക്ഷണം, 3 അടയാളങ്ങൾ അവരിലുണ്ടോ? എത്ര ചെറിയ കുട്ടിയാണെങ്കിൽ പോലും, അവൻ KG ക്ലാസ്സിൽ പഠിക്കണ കുട്ടിയാണെങ്കിൽ പോലും എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി അതിന്റെ അപ്പുറം വേറെന്താ? LKG UKG പഠിക്കണ കുട്ടികളുടെ അവസ്ഥയാണെങ്കിൽ പോലും എന്നാണ് ഉമ്മ വിദഗ്ധർ പറയണത്. ഇനി അതിന്റെ അപ്പുറം വേറെ എന്ത് പറയാനാണ്? KG ക്ലാസ്സിൽ പഠിക്കണ കുട്ടികൾ എത്ര ചെറിയ മക്കളാണ്. ഞങ്ങൾക്ക് റബ്ബിനോട് ദുആ ചെയ്യലല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയണില്ല. അല്ലാഹുവേ, നീ ഞങ്ങളെ മക്കളാരെയും അതിൽ നീ പെടുത്തല്ലേ അല്ലാ. ജീവിതത്തിന്റെ ഒരു ദുർബല നിമിഷത്ത് പോലും പെടുത്തല്ലേ അല്ലാ. ഒരൊറ്റ മോന് 5 പേരെ കൊലപ്പെടുത്തിയില്ലേ ബാപ്പാ? ഒരു മോനല്ലേ കൊലപ്പെടുത്തിയത്? 3 ഇടങ്ങളിലായി അവൻ കൊന്നുകളയാൻ എത്ര സാഹസപ്പെട്ടിരിക്കണം. എങ്ങനെ തോന്നി അവൻക്ക് സ്വന്തം അനുജനെ കൊല്ലാൻ, സ്വന്തം മാമനെ കൊല്ലാൻ എങ്ങനെ തോന്നി? എന്നിട്ട് കാമുകിയെയും കൊന്നിട്ട് ന്യായം പറയാണ്, ഓളെങ്കാലം ജീവിച്ചാൽ ഞാനും കൂടി മരിക്കാനാണ് ആഗ്രഹിച്ചത്, ഓള് വഴിയാതാരായി പോവല്ലോ, പട്ടിണിയായി പോവല്ലോ എന്ന് കരുതിയിട്ട് ഓളെ കൊന്നതാണ് എന്ന മുടന്ത ന്യായം പറയാനുള്ള അവസ്ഥയിലേക്ക് ഓനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഇതിന്റെ ഒക്കെ നിലവാരം എന്തായിരിക്കും? 3 ലക്ഷണം സ്കൂളിലും കോളേജിലും പോയി വരുന്ന നിങ്ങളെ മക്കളിൽ രക്ഷിതാക്കളെ കണ്ടില്ലെന്ന് നടിക്കണ്ട. പ്ലീസ്, ദയവ് ചെയ്ത് ഞാൻ പറയാണ്, കണ്ടില്ലെന്ന് നടിക്കണ്ട. ഞങ്ങളെ തലയിൽ കത്തും ഉറപ്പാണ്. ഞങ്ങളെ മക്കളെ ഞങ്ങൾ വെറുതെ വിട്ടാൽ പടച്ച റബ്ബ് ഐറ്റിങ്ങൾ ഞങ്ങൾക്ക് വെറുതെ അല്ലടാ തന്നത്. ഉപ്പമാരോടും ഉമ്മമാരോടൊക്കെ ഞാൻ പറയാണ്, ദയവ് ചെയ്ത് വെറുതെ അല്ല അല്ലാഹു തന്നത്. എത്ര ആളുകളുണ്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ, ഒരു കുഞ്ഞുകാല് കാണണമെന്ന് കൊതിച്ചവർ. ഉമ്മാ, ഞങ്ങൾക്ക് അല്ലാഹു ഈ ആൺമക്കളെയും പെൺമക്കളെയും തന്നത് വെറുതെയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ ഉമ്മ? ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കണ്ട. 3 സ്വഭാവം വിദഗ്ധർ പറയാണ്. 1, കുട്ടി വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓനക്ക് ഭക്ഷണം തീരെ വേണ്ട, ഓനക്ക് ഭക്ഷണത്തോട് താല്പര്യമില്ല എന്ന ലക്ഷണം നിങ്ങളെ മക്കളിൽ കാണുന്നുണ്ടോ? 1. 2, വീട്ടിൽ വന്നാൽ അവന് പുറത്തു പോയില്ലെങ്കിൽ പറ്റൂല, പുറത്തു പോവന്നെ വേണം. എപ്പ നോക്കിയാലും പുറത്തേക്ക് പോണം എന്നുണ്ടോ? പുറത്തേക്ക് പോണം എന്നുണ്ടോ? എന്നാൽ തീർച്ചയായും 2ാമത്തെ ലക്ഷണം. 3ാമത്തെ ലക്ഷണം, വല്ലാതെ വീട്ടില് ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ടോ, അരിശം കാണിക്കുന്നുണ്ടോ എങ്കിൽ ഈ 3 ലക്ഷണം അവനിലുണ്ടോ, എന്നാൽ അവനിൽ ഈ സൂക്കേട് സംശയിക്കണം എന്ന് വിദഗ്ധർ പറയാണ്. അല്ലാഹു നല്ല ബോധം തരട്ടെ.
ഒരിക്കൽ ഓൻ അതിൽ പെട്ടുപോയാൽ പിന്നെ ഓനക്ക് ഓരോ ഇടക്കിടക്ക് അവൻ അത് വേണം. ഇല്ലാന്ന് കണ്ടാൽ അതിന്റെ അവസാനം എവിടെയാണെന്നറിയോ? അത് കിട്ടാതിരുന്നാൽ കിട്ടാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഉമ്മാനെയും കൊല്ലും. അങ്ങനെയാണ് ഈ ഉമ്മാനെ കൊല്ലുന്നത്, ബാപ്പാനെ കൊല്ലും. എന്താ കാരണം? എല്ലാറ്റേക്കാൾ വലുത് അവൻ അത് തോന്നുകയാണ്. ഇനി ഒന്നും കിട്ടിയിട്ടില്ലേ, അതുകൊണ്ടാണ് അതിന് തടസ്സമായിട്ട് ആരാണോ മുന്നിൽ വരുന്നത് അവരെ കൊല്ലാൻ ഒരു മടിയും അവൻ കാണിക്കൂല. ഒന്നും കിട്ടണില്ലേ, അവസാനം ഓനെ തന്നെ സ്വന്തം കൊന്നുകളയും, ആത്മഹത്യ ചെയ്യും. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതിനേക്കാൾ വലിയ മുസീബത്ത് വേറെന്താണ്? അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരിക്കലും രക്ഷിതാക്കള് മക്കളെ മറന്നു പോകരുത്. ആ മക്കളെ നന്നായി വളർത്താൻ രക്ഷിതാക്കൾ ശ്രമിക്കണേ. ഈ സദസ്സിൽ നിന്നൊരു തീരുമാനമെടുത്തിട്ട് വേണം പോകാൻ സുഹൃത്തുക്കളെ, പോകാനായി.